ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേസമയം കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് തോല് കളഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കണം. 4 തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ഇതുപോലെ നടുക്കൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കഷ്ണമായില്ല. ഇനി ഇതിന്ന് ഓരോന്നും നമുക്ക് പകുതിയായിട്ട് വീണ്ടും നടുക്ക് കൂടി ഒന്നും കൂടെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കനം കുറച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം. ഇത് കണ്ടില്ല, ഈ ഒരു കനത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കുമല്ല, എന്നാൽ ഒരുപാട് തിന്നും ആയിട്ടില്ല കേട്ടോ. ഇളക്കുമ്പോൾ പൊടിഞ്ഞും പോകരുത്, പക്ഷെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് ഫ്രൈ ആയി വരുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കനത്തിൽ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടെ വേണം കേട്ടോ, കാരണം ഇതൊന്ന് ഫ്രൈ ആയി വരണമല്ലോ, അതുകൊണ്ടാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണേൻ്റെ ആവശ്യവും വരില്ല. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതുപോലെ പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ. അതല്ല നമ്മൾ ഈ ചീഞ്ചട്ടിയൊക്കെ പോലെയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് ആയി വരുമ്പോഴേക്കും ആവി അടിച്ചിട്ട് ചിലപ്പോൾ വെന്ത പോലെ വരും. അപ്പോൾ നമുക്ക് ഫ്രൈ ആയിട്ടാണല്ലോ വേണ്ടത്, അതുകൊണ്ട് പരന്ന പാത്രം എടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിക്കോട്ടോ, കാരണം നമ്മൾ ഇതിലേക്ക് പൊടി ചേർക്കുകയാണ്, കരിഞ്ഞു പോകരുത്. നമുക്ക് നല്ലൊരു മൂത്ത ആ ഒരു ഫ്ലേവറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയാണ് വേണ്ടത്. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചധികം കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ ഒരു മുളക് അധികമാവുമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടോ. പക്ഷേ ഈ ഒരു മുളക് പാകത്തിന് ഉണ്ടാകും, കാരണം നമ്മൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ. ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓൺ ആക്കിക്കോട്ടോ. പൊടി എന്തായാലും കരിഞ്ഞു പോകരുത്. കുറച്ച് എണ്ണ കുറവ് പോലെ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. എന്തായാലും ഈ പൊടിയൊക്കെ ഒന്ന് എണ്ണയിൽ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നോട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്, 1 തണ്ട് കറിവേപ്പില. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടിയൊക്കെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിച്ചോട്ടെ. എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ, കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു വെന്ത ടേസ്റ്റാണ് വരിക. ആവിയും കൂടി ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടേസ്റ്റ് അല്ല വേണ്ടത്, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു ടേസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാതിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. പകുതി വേവാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു വെച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്, അത് ഒന്ന് നോക്കണം. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ലേ മുറിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് തുറന്നു വെച്ചിട്ട് നമുക്ക് വീണ്ടും അങ്ങ് ഇളക്കി മൂപ്പിച്ചങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഏതാണ്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്താലും നന്നായിരിക്കും. 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസുള്ള ഒരു ഉള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നോളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് ഫ്രൈ കഴിക്കാനായിട്ട്. ഇപ്പം തന്നെ ഉപ്പും കൂടെ പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കിക്കോ. ഞാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയി വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വേവിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും തന്നെയുള്ളൂ. ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉള്ളിയൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഇതുവരെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.
അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനും സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.